മാരേജിനെ കുറിച്ചിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? മാരേജ് വേണമെന്നാണോ അതോ മാരേജ് വേണ്ടെന്നാണോ? പണ്ടത്തെ സൊസൈറ്റിന്ന് വെച്ച് നോക്കുന്ന സമയത്ത് വുമൺ അത്ര എഡ്യൂക്കേറ്റഡ് അല്ല. അച്ഛൻ നമ്മളെ നോക്കുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ ഭർത്താവ് നോക്കുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ മോൻ നോക്കുന്നു. ആ ഒരു ഇതിൽ നോക്കുന്ന സമയത്ത് മാരേജ് ഇമ്പോർട്ടന്റ് ആയിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞ ഒരു ഇത് എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും ജോലി വേണം എന്നുള്ള ഒരു സംഭവത്തിൽ എല്ലാവരും പഠിക്കുന്നതേ ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ. മാക്സിമം എൻജോയ് ചെയ്തിട്ട് നമ്മുടെ ഡ്രീംസ് ഒക്കെ ഒന്ന് അച്ചീവ് ചെയ്തിട്ട് കഴിക്കുക. കാരണം ഒരാൾ കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതിനേക്കാളും നല്ലത് സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പതുക്കെ അതിലോട്ട് കിടക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല. ലൈഫ് ഇനി ഉണ്ടല്ലോ. ഇപ്പൊ എന്ന് പറയുമ്പോൾ ഗേൾസ് ഒന്നുകൂടെ ഫോർവേഡായി നമ്മൾ നമ്മുടെ സ്വന്തം ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണോ എന്നുള്ളൊരു തോട്ടാണ് വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു സംഭവം ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ട് എല്ലാവർക്കും ഇപ്പോൾ കല്യാണം കഴിക്കണം എന്നൊരു ഇഷ്ടത്തോടെ കല്യാണം കഴിക്കുന്ന ആൾക്കാരായിരിക്കില്ല. സൊസൈറ്റിയുടെ പ്രഷർ കാരണം കല്യാണം കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്റെ ഫാമിലിയിൽ ഒരു ചേച്ചി കല്യാണമേ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കല്യാണം കഴിച്ചാൽ കെട്ടിത്തൂങ്ങിച്ചാവുന്നൊക്കെ പറഞ്ഞിട്ട് നടന്നൊരു ചേച്ചി, വീട്ടുകാർ കെട്ടിത്തൂങ്ങിച്ചാവെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി കല്യാണം കഴിച്ചു. ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ മാരേജ് എന്ന് പറയുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ സൊസൈറ്റി ഡെവലപ്ഡ് ആയിട്ടുണ്ട്. കുറച്ചുപേര് ഇപ്പം അവരുടെ ചോയ്സിന് കല്യാണം വേണ്ടാന്ന് വെക്കുകയാണെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലീസും നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ മുന്നോട്ട്